ഞങ്ങളെ ദിമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല അതിരാവിലെ സമയത്തെ ഓർത്ത് പശ്ചാത്തലവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവേ നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഈ 9-ാം മാസം 3-ാം തീയതി രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പൊന്മുഖത്തിൽ ദർശിക്കുവാൻ നിന്റെ പാദത്തിൽ വന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ സന്നിധാനത്തിൽ കൊണ്ട് സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം നിന്റെ സമൂഹത്തിൽ കൊണ്ട് വയ്ക്കുവാൻ, ഞങ്ങളുടെ കണ്ണുനീരുകളും യാചനകളെല്ലാം നിന്റെ പാദത്തിൽ കൊണ്ട് കാണിക്കകളായി സ്തോത്രകാഴ്ചയായി അർപ്പണിക്കാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്ന എന്നോടുകൂടെ ഈ പ്രാർത്ഥനയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വ്യക്തിപരമായി ഭവനമായി പേരാകെ എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണം. അവിടെ ആവശ്യങ്ങൾ, അവിടെ വേദനകൾ, അവിടെ കഷ്ടങ്ങൾ, കണ്ണുനീരുകൾ, അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾ, പങ്കപ്പാടുകൾ, മാറായുടെ അനുഭവങ്ങൾ, മുറിവേറ്റ ജീവിതങ്ങൾ, കർത്താവെ കൈവിടപ്പെട്ട മക്കൾ, ആരുപോലുമില്ലാതെ തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, വെറുക്കപ്പെട്ടവർ, മറക്കപ്പെട്ടവർ, കൈവിടപ്പെട്ടവർ എല്ലാവരും ഇതിനകത്തുണ്ട് കർത്താവെ. ആർക്കും വേണ്ട എന്ന് വലിച്ചെറിഞ്ഞ പാർട്ടികൾ ഇതിനകത്തുണ്ടപ്പച്ച. അവരെല്ലാം നിന്റെ പാദപീഠത്തിനും പെരുക്കി കൊണ്ടുവയ്ക്കുകയാണ്. ഓരോരുത്തരെടുത്തിൻ്റെ പാദപീഠത്തിനും കൊണ്ടുവയ്ക്കുന്ന കർത്താവെ, അവർ നീ ഉപേക്ഷിക്കരുതേ, മറക്കരുതേ, കൈവിടരുതേ. അവരവരുടെ ഹൃദയത്തിലുള്ള വ്യാകുലങ്ങൾ, വേദനകളെ അറിഞ്ഞ് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് അവരവരുടെ ആവശ്യങ്ങളുടെ മുഖത്തിൽ അത്ഭുതം പ്രവർത്തിക്കണം. രോഗികളാണാൽ, ബലഹീനരാണാൽ, ക്ഷീണിതരാണാൽ കർത്താവ്, ഏത് വിഷയത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ ബാധിക്കപ്പെട്ടു അവിടെ ദൈവത്തിൻ്റെ കരമൊന്ന് പ്രവർത്തിക്കണം, ചലിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തിന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യാൻ പോതനായി സ്തോത്രം. നിന്റെ മഹത്വം നീ വെളിപ്പെടുത്താൻ പോതനായി സ്തോത്രം. നിന്റെ അതിശയ കരം, അത്ഭുതകരം നിന്റെ കുഞ്ഞുങ്ങൾക്കാകെ നീട്ടാൻ പോതനായി സ്തോത്രം. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം ഇതിലൂടെ മഹത്വപ്പെട്ടിട്ട് അടിയനെയും ബലപ്പെടുത്തിക്കാട്ട് സഹായിച്ചാട്ട് പ്രാർത്ഥിക്കുന്നത് ഓരോ കുഞ്ഞുങ്ങളെയും മറുപടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, കരങ്ങളേൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. നിന്നോടുകൂടെ പ്രാർത്ഥനയ്ക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കട്ടെ. ആരും കൈവിടപ്പെട്ട് വേദനിച്ച് പോകാതെ ദൈവത്തിൻ്റെ സകല നന്മ അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങൾ ഭാഗ്യവും കൃപയും തരട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1220-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു വാക്യം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 10:17. ഈ പുസ്തകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മോശ ഇസ്രായേൽ ജനങ്ങളോട് സംസാരിക്കുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതും ഇസ്രായേൽ ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ മോശ നടത്തുന്നു, ദൈവം ആരെന്നുള്ളത് എങ്ങനെല്ലാം തൻ്റെ ജനങ്ങൾക്കെടുത്ത് കാണിക്കുന്നു. ഒരു വ്യക്തിപരമായി സത്യമായിട്ട് ആത്മാർത്ഥമായി ദൈവത്തിന് ധൈര്യമായി നിന്ന് ദൈവത്തിനോട് നിരങ്ങി നിന്നുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ നയിക്കുവാനും അവരെ നടത്തുവാനുള്ള കൃപ ലഭിച്ചൊരു മനുഷ്യനായി നമുക്കിവിടെ മോശയെ കാണാൻ സാധിക്കുന്നുണ്ട്. നിശ്ചയമാകവേ മുഖാമുഖ ദൈവത്തെ കണ്ടവൻ, ദൈവം ആരെന്നുള്ള ബോധ്യത, നല്ലൊരു അറിവ്, നല്ലൊരു തെളിവുള്ളൊരു മനുഷ്യൻ ഈ ദൈവത്തിൻ്റെ ദാസൻ. അങ്ങനെങ്കിൽ ഇന്ന് അനേക ദൈവദാസന്മാരുണ്ട്, ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവശബ്ദം ശരിയാ കേട്ടിട്ടില്ല. ആണ് ശുശ്രൂഷയിലും എല്ലാത്തിലും ശോഭിക്കുന്നുണ്ട്, പ്രകാശിക്കുന്നു, ഒക്കെ കറക്റ്റ്. ആണ് മോശ അങ്ങനല്ല. വ്യക്തിപരമായി മുഖാമുഖമാകെ ദൈവത്തെ കണ്ടവൻ, ദൈവശബ്ദം കേട്ടവൻ, ദൈവവിളി കേട്ടവൻ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം 40 ദിവസം സീനായി മേൽ ഇരുന്നില്ലയോ, ദൈവത്തിൻ്റെ സ്തോത്രം കൽപ്പനകളെല്ലാം അവിടുന്ന് കേട്ട് എഴുതിക്കൊണ്ട് വന്നില്ലയോ? അങ്ങനെങ്കിൽ നിശ്ചയമായിട്ടും ഈ മോശ ഒരു സാധാരണ മനുഷ്യനല്ല. ഇവരിപ്പം ദൈവം തൻ്റെ കയ്യിൽ ഈ ഇസ്രായേൽ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലിരിക്കുന്ന ഓരോ കുറ്റങ്ങളെയും കുറേകളെയും കണ്ട് അവരെ എങ്ങനെയെങ്കിലും ദൈവത്തിനെ അടുപ്പിക്കണം, ദൈവത്തോട് ചേർക്കണം. ഒരുത്തരും നശിക്കരുത്, ഒരുത്തരും തകർന്നു പോകുന്നുള്ള ആത്മാർത്ഥതയോട് മോശ തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സംസാരിക്കുന്ന ഒരു വാക്യമാണ് ഈ 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവം യഹോവ ദേവാദി ദൈവവും കർത്താവുമായി വല്ലഭനും ഭയങ്കരമായ മഹാദൈവവും അല്ലോ. ദൈവത്തെക്കുറിച്ച് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ വിളിക്കുന്ന ദൈവം ഒരു സാധാരണ ദൈവമല്ല. നിങ്ങളെ വിളിച്ച് വേർതിരിച്ചവൻ സാധാരണ ദൈവമല്ല. ആ പറവോൻ്റെ കയ്യിൽ നിങ്ങളെ തട്ടിപ്പറിച്ചെടുത്ത് ഇന്ന് ഈ ഒരു രീതി നിങ്ങളെ കൊണ്ട് നിലനിർത്തുവാൻ അല്ലെ കൊണ്ടുവരുവാൻ, ഇത്രയും സന്തോഷത്തോട് ആനന്ദത്തോട് അവിടുന്ന് ഒന്നുമില്ലാതെ നിങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് വരുവാൻ നിങ്ങൾക്ക് സഹായിച്ചവൻ സാധാരണ ഒരു ദൈവമല്ല. അവിടെ എന്താ പറയുക? നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താവുമായി വല്ലഭനും ഭയങ്കരവുമാണ് മഹാദൈവവുമല്ലോ. ഇതേപോലൊരു മഹാദൈവം ലോകത്തിലില്ല. ഇതേപോലൊരു ഭയങ്കരമാനൊരു ദൈവം ഈ ലോകത്തിലില്ല. ആ ദൈവം സാധാരണ ദേവാദി ദൈവവും കർത്താവുമായി ഒരു വല്ലഭനും ഭയങ്കരമായ ഒരു മഹാദൈവമല്ലോ എന്നാണ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ പഠിപ്പിക്കുന്നത്. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതും ഇല്ല. ദൈവത്തെ കുറിച്ച് പറയാണ്, അവൻ മുഖം നോക്കുന്നതുമില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. ഇന്ന് അനേകരുടെ ചിന്ത കുറച്ച് ഏതെല്ലാം തെറ്റ് ചെയ്താലും ഏതെല്ലാം പാപം ചെയ്താലും
ദൈവത്തിന് ദോഷമായിട്ട് ഏത് പ്രവർത്തിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഏതെങ്കിലും കുറച്ച് പണം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പെയ്ത്തവും പണിത് കൊടുക്കാം, അല്ലെങ്കിൽ പാസ്റ്റർക്ക് ഒരു കാർ മേടിച്ചു കൊടുക്കാം, ഏതെങ്കിലും അനാഥകൾക്ക് നമുക്ക് സഹായിക്കാം, അന്നദാനം ചെയ്യാം, ആമേൻ. അല്ലെങ്കിൽ ആർക്കെങ്കിലും എവിടെങ്കിലും അത് ചെയ്യാം, ഇത് ചെയ്യാം. കാരണം നമ്മുടെ പാപത്തെ മൂടണം, പാപത്തെ മറയ്ക്കണം. ഒരു വിടുതൽ നമുക്ക് വേണം. സമാധാനമില്ല നമുക്ക്. നമ്മൾ പാപം ചെയ്യുന്നുള്ള ബോധ്യത നമ്മുടെ അകത്തുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മറ്റാരും ഞാൻ കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റുന്നില്ല, ധാരാളമായി ഞാൻ കൊടുക്കുന്നു, എല്ലാവരെക്കാളും അധികമായി ഞാൻ വാരി വാരി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഞാനൊന്ന് പറയട്ടെ, ആ കൊടുക്കുന്നത് സ്വർഗത്തിലെ കരാറിൽ എഴുതണം, സ്വർഗത്തിലെ പുസ്തകത്തിൽ എഴുതണം. സ്വർഗം അത് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ അവിടുത്തെ കണക്ക് പുസ്തകത്തിൽ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ അന്യായമാകെ ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാതെ, ദൈവത്തിന് വചനത്തിന് അനുസരിക്കാതെ, ദൈവഹിതമില്ലാതെ ഇഷ്ടം പോലെ തോന്നിയവാസമായി ജീവിച്ചിട്ട് അക്രമങ്ങളും പാപങ്ങളും ചെയ്ത് ദൈവത്തിൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച്, ദൈവത്തിന് ദ്രോഹം ചെയ്ത് അനേക ദൈവകുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച്, അനേകരെ കാരണമില്ലാതെ കരയിപ്പിച്ച്, അനേക ദൈവദാസന്മാരെ ദുഃഖപ്പെടുത്തി, ഏങ്ങലടിച്ച് കരയിപ്പിച്ച് മുറിവേൽപ്പിച്ചതിന് ശേഷം ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു, ഞാൻ ഇത് വാങ്ങിച്ചു കൊടുത്തു, എന്നെപ്പോലെ ആരും കൊടുക്കുന്നവരില്ലെന്ന് പറഞ്ഞ് ചാടിയാൽ അത് സ്വർഗത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, നമ്മുടെ പൈസ ദൈവത്തിന് വേണ്ട. നമ്മൾ സ്തോത്രാഴ്ച കഴിക്കാൻ പോകുമ്പോൾ ദൈവം എന്താ പറയുന്നത്? നിന്റെ സഹോദരന്റെ പേരിൽ നിനക്ക് ഏതെങ്കിലും കുറ്റം തോന്നുന്നെങ്കിൽ ആ സ്തോത്രാഴ്ചയോടെ വയ്ക്കുക. നീ പോയി അവനോട് നിരപ്പ് പ്രാപിച്ചിട്ട് വാ, അതിനുശേഷം എനിക്ക് നീ സ്തോത്രാഴ്ച ഇട്ടാൽ മതി. അങ്ങനെങ്കിൽ മറ്റുള്ള സഹോദരന്മാരോട് നമ്മൾ അസൂയയും കുശുമ്പും കുനായ്മയും എല്ലാം വെച്ചുകൊണ്ട് പോയി സ്തോത്രാഴ്ച ഇട്ടാൽ ദൈവം അത് ഏറ്റെടുക്കുന്നില്ല. അതും ദൈവത്തിന് വേണ്ട. സിംഗിൾ പൈസ പോലും ദൈവത്തിന് വേണ്ട. ഞാനൊന്ന് പറയട്ടെ, ദൈവത്തിന് ആവശ്യം നിഷ്കളങ്കതയുള്ള കുഞ്ഞുങ്ങളാണ്, ആത്മാർത്ഥമായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവർ കൊടുക്കുന്നത് മാത്രം എൻ്റെ ദൈവത്തിന് മതി. അവരോട് മാത്രമാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ദൈവം ഇറങ്ങി വരുന്നത്. അവരെയാണ് ദൈവം പരിപാലിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ പ്രാർത്ഥന ആരംഭിച്ച് 1220 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏറ്റെടുക്കാത്ത, അല്ലെങ്കിൽ സ്വർഗം സ്വീകരിക്കാത്ത, അംഗീകരിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിരപ്പ് പ്രാപിക്കുക, ദൈവത്തോട് അടുക്കുക. ഈ മൂന്നാം മാസം, ഈ ഒൻപതാം മാസം 3-ാം തീയതി നിശ്ചയമായിട്ടും ഈ ചൊവ്വാഴ്ച രാവിലെ ദൈവത്തിന്റെ വലിയ കരത്തിന്റെ ആ വീര്യ പ്രവൃത്തികൾ നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും രുചിക്കുവാനും ദൈവം നമുക്ക് കൃപ തരും. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ യഹോവ, നിങ്ങളുടെ ദൈവം, നിങ്ങളെ വിളിച്ചവൻ, നിങ്ങളെ വേർതിരിച്ചവൻ, ഫറവോന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ തട്ടിപ്പറിച്ചെടുത്തവൻ, നിങ്ങൾക്കെല്ലാം കൊടുത്ത്, വെള്ളിയും പൊന്നും കൊടുത്ത്, എല്ലാം ധാരാളമായി കൊടുത്ത് നിങ്ങളെ രാജാത്തികളെ പോലെ അവിടെ നിങ്ങോട്ട് നടത്തിക്കൊണ്ട് വന്ന ദൈവം ആരാന്നറിയാമോ? അത് നിങ്ങളുടെ ദൈവമാണ്. അത് വേറെ, നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലവനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. ഈ വല്ലമയുള്ള ദൈവത്തെ കൊണ്ട് മാത്രമേ, ഈ ഭയങ്കരമായ ദൈവത്തെ കൊണ്ട് മാത്രമേ ഫറവോന്റെ കൈ നിങ്ങളെ തട്ടിപ്പറിക്കാൻ പറ്റത്തുള്ളൂ. ഫറവോൻ സാധാരണ ഒരാളല്ല. എങ്കിലും അവന്റെ കൈ നിങ്ങളെ തട്ടിയെടുക്കണമെങ്കിൽ, അവന്റെ അടിമത്തനത്തെ നുഖത്തെ മുറിച്ച് നിങ്ങളെ വെളിയെ കൊണ്ടുവരണമെങ്കിൽ ഈ ദൈവത്തിനോട് മാത്രമേ കഴിയത്തുള്ളൂ. അവിടെ പറയുന്നത് കണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവൻ ഭയങ്കരമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, അവൻ മുഖം നോക്കുന്നില്ല. രണ്ടാമത് അവൻ എന്ത് വാങ്ങിക്കുന്നില്ല? അവൻ മുഖം നോക്കുന്നില്ല. രണ്ടാമത് പ്രതിഫലം വാങ്ങുന്നതുമില്ല. നമ്മുടെ മുഖത്തെ കണ്ട്, നമ്മുടെ പണത്തെ കണ്ട് മയങ്ങിപ്പോകുന്ന ദൈവമല്ല നിങ്ങളും ഞാനും വിളിക്കുന്ന ദൈവം. ആ ദൈവം വിശ്വസ്തനാണ്, സത്യമുള്ള ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. മറ്റുള്ള എല്ലാ ദൈവങ്ങളെക്കാട്ടിലും വ്യത്യാസമുള്ളവനാണ്. ഈ ദൈവത്തിക്ക് ഈടാകെ സമമായി വേറൊരു ദൈവം ഈ ലോകത്തിൽ ഇല്ല. കർത്താവിന് സ്തോത്രം. അങ്ങനെങ്കിൽ ഇന്ന് ഈ അതിരാവിലെ സമയത്ത് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഒരിടത്തൊന്ന് ഇരുന്ന്, ശാന്തമായി ഇരുന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക. അയ്യോ, ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ ദൈവം ഞാൻ കൊടുത്തതൊന്നും ഏറ്റെടുത്തില്ലയോ? ദൈവത്തിന് എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലോട്ട് പോയില്ലേ? ഒത്തിരി കൊടുക്കുന്നുണ്ട് പാസ്റ്റർ ഞാൻ, പക്ഷെ എനിക്കൊരു നന്മയില്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നിനും മറുപടി ലഭിക്കുന്നില്ല. ഒത്തിരി കരയുന്നുണ്ട്, എൻ്റെ കരച്ചിൽ എങ്ങോട്ടാ പോകുന്നത്? ആര് കേൾക്കുന്നു? എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതം തകരുകയാണ്, നശിക്കുകയാണ്. ഏത് തൊട്ടാൽ എനിക്ക് നഷ്ടം, എങ്ങോട്ട് പോയാൽ എനിക്ക് നഷ്ടം, വേദനയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിഷ്കളങ്കമായി ഇല്ല നമ്മൾ. ദൈവത്തിന്റെ ഹൃദയത്തിനേറ്റൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നമ്മുടെ സത്യ വേദപുസ്തകം വായിപ്പിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നത് പോലെ ആ വചനത്തിന് അനുസരിച്ചുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. കുശുമ്പും കുന്നായ്മയും പാപങ്ങളും, അത് ഈ ലോകവും ലോകത്തിന്റെ എല്ലാ ഇൻപങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞ് നമ്മുടെ പണങ്ങളും നമ്മുടെ കാറുകളും നമ്മുടെ ബംഗ്ലാവെല്ലാം കൊണ്ട് വിളിച്ച് കാണിച്ചുകൊണ്ട് ഞങ്ങളെ കണ്ടോ, നിങ്ങളെ പോലെ ദരിദ്രന്മാരല്ല, നിങ്ങളെ പോലെ ഭിക്ഷക്കാരല്ല, ഞാൻ ഒന്നുമില്ലായിരുന്നു, പക്ഷെ എനിക്ക് ദൈവം ഇങ്ങനെല്ലാം
വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് നല്ല സാക്ഷിയാണ്. പക്ഷേ ആ സാക്ഷ്യം സ്വർഗം ഏറ്റെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് അവസാന പീരീഡിൽ ഇപ്പം ഞാനും നിങ്ങൾ വന്നിരിക്കുകയാണ്. ലാസ്റ്റ് പീരീഡ് നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ലാസ്റ്റ് പീരീഡ് ബെല്ലടിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതേപോലെ നമ്മുടെ വിശ്വാസ യാത്രയിൽ ലാസ്റ്റ് പീരീഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എപ്പം മണി അടിക്കുന്ന അറിയത്തില്ല, എപ്പോൾ കാഹളം ധ്വനിക്കുന്ന അറിയത്തില്ല, എപ്പോൾ മധ്യാകാശത്തിൽ കർത്താവ് വെളിപ്പെടുന്നത് നമുക്ക് അറിയത്തില്ല. ഏറ്റവും അടുത്തിരിക്കുകയാണ് വരവ്. അപ്പോൾ ഈ സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? നമ്മൾ ദൈവത്തോട് എങ്ങനെ ഇരിക്കുന്നു? ദൈവം നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ? നമ്മളെ സ്വീകരിക്കുന്നുണ്ടോ? ഏറ്റെടുക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ യോഗ്യത നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. ഒരു സാധനവും കൊടുത്ത്, ഒരു പണവും കൊടുത്ത്, ആഭരണം കൊടുത്തോ, വാണ്ടി കൊടുത്തോ, കാർ കൊടുത്തോ, ചർച്ച് പണിത് കൊടുത്തോ, ഒന്നും അന്നദാനം കൊടുത്തോ ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അതൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിശ്ചയം ചെയ്യണം, ധാരാളമായിട്ട് ചെയ്യണം. പക്ഷേ അത് സ്വർഗം ഏറ്റെടുക്കണം. സ്വർഗത്തിൽ കരാറിൽ അത് പതിയണം. സ്വർഗത്തിൻ്റെ കരാറിൽ അത് പതിയണം. ദൈവം നമ്മുടെ പ്രവൃത്തികളെ കാണുക, നമ്മുടെ ഒவ்வொரு ചലനങ്ങളെയും കർത്താവ് കാണുക. നമ്മുടെ എല്ലാ വിഷയങ്ങളും തുല്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. രണ്ടാമത്, നമ്മുടെ ദൈവം മാറുന്നുള്ള ബോധ്യത നമുക്ക് വേണം. അപ്പോൾ തന്നെ പൗൽ എന്താ പറഞ്ഞത്? ഞാൻ ആരാധിക്കുന്ന ദൈവം ഇന്നാർ ഞാൻ അറിഞ്ഞിരിക്കുന്നു. ആ ഒരു അറിവ് നമുക്ക് വേണം. ആ രക്തസ്രവമുള്ള പെണ്ണ് എന്തോ അറിഞ്ഞിരുന്നത്? എനിക്ക് അവനെ തൊടാനോ സംസാരിക്കാനോ യോഗ്യതയില്ലെങ്കിലും അവൻ്റെ വസ്ത്രത്തിൻ്റെ നൂലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. അവൾ അറിഞ്ഞിരിക്കുകയാണ്. ആ കുഷ്ഠരോഗി എന്താ പറയുന്നത്? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സ്വസ്ഥമാക്കുമെന്നാൽ കഴിയും എന്നവൻ അറിഞ്ഞിരുന്നതാണ്. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സ്വസ്ഥമാക്കാൻ കഴിയും. കുരുടൻ, കണ്ണ് തിരിയാത്ത കുരുടൻ എന്താ പറയുന്നത്? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് കാഴ്ച തരാൻ കഴിയും, എൻ്റെ കണ്ണ് തുറക്കാൻ നിന്നെ കൊണ്ട് കഴിയും. മറിയ എന്താ പറയുക? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഈ ബോധ്യത നമുക്ക് വേണം, ഈ ചിന്ത നമുക്ക് വേണം. ദൈവം ആരാണ്? ദൈവം നടത്തുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്, സൂക്ഷിക്കുന്നവനാണ്. ഒരു ദോഷമില്ലാതെ നടത്തി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവകൃപയിൽ നിൽക്കുവാൻ നമ്മളെ സമർപ്പിക്കുക, വിട്ടുകൊടുക്കുക, ദൈവത്തോട് അടുക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ വചനങ്ങൾ തുടർന്ന് നിങ്ങൾ വായിക്കുക, ധ്യാനിക്കുക, അല്പസമയം പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദൈവമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ 9-ാം മാസത്തിൻ്റെ 3-ാമത്തെ ദിവസം, ഈ 1220-ാമത്തെ ദിവസം നിന്റെ പാദപീഠത്തിൽ വന്ന് അല്പസമയം ഈ വചനങ്ങൾ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരും നിന്റെ സന്നിധിയിൽ കൊണ്ടുവയ്ക്കുവാനും അവരൊന്ന് ചിന്തിപ്പിക്കുവാനും കർത്താവ് ഒരു കൃപ തന്നതിനായി സ്തോത്രം. ദൈവമേ, ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് ചിന്തിക്കട്ടെ. ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണ്? ഞാൻ വിളിക്കുന്ന ദൈവം ആരാണ്? എന്തുകൊണ്ട് എൻ്റെ വിളി കേൾക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? എന്താണ് എൻ്റെ മിസ്റ്റേക്ക്? ഞാൻ എന്ത് ചെയ്യണം? ഇനി എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇനി എങ്ങനെ കൊടുക്കുന്നത്? എനിക്കറിയത്തില്ല. എൻ്റെ ദൈവമേ, എൻ്റെ കുറകളാണെങ്കിൽ, എൻ്റെ കുറ്റങ്ങളാണെങ്കിൽ എന്നെ ഒന്ന് ക്ഷമിക്കണമെന്ന് 2 കൈ നെഞ്ചിലോട്ട് വെച്ച് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. കണ്ണുനീര് ദൈവത്തിൻ്റെ പാദത്തിൽ പോയി വീഴണം. കർത്താവേ, എന്നെ ക്ഷമിക്കണമേ. എൻ്റെ നിമിത്തമാണോ എൻ്റെ കുഞ്ഞുങ്ങൾ നശിക്കുന്നത്? എൻ്റെ നിമിത്തമാണോ എൻ്റെ ഭവനം നശിക്കുന്നത്? എൻ്റെ നിമിത്തമാണോ എൻ്റെ ശുശ്രൂഷ നശിക്കുന്നത്? എൻ്റെ നിമിത്തമാണോ ഈ ലോകത്തിലെ ഈ പാടുകൾ, ഈ പ്രയാസങ്ങൾ, ബാധകളെല്ലാം വന്ന് കുഞ്ഞുങ്ങൾ തകരുന്നത്? എങ്കിൽ എന്നെ ഒന്ന് ക്ഷമിക്കണമേ. ഞാനിരിക്കുന്ന ഗ്രാമം, ഞാനിരിക്കുന്ന പട്ടണം, ഞാനിരിക്കുന്ന ജില്ല കർത്താവേ നശിക്കുന്നത് ഞാനാണെങ്കിൽ എനിക്കത് ഉണർത്തണമേ. എൻ്റെ നിമിത്തമാണ് ഈ ജില്ല നശിക്കുന്നു, എൻ്റെ നിമിത്തമാണ് ഈ ദേശം നശിക്കുന്നു, എൻ്റെ നിമിത്തമാണ് ഈ ഭവനങ്ങൾ നശിക്കുന്നതെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഒത്തിരി ആവശ്യമാണ്. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ എല്ലാം തകരുകല്ലേ, എല്ലാം നശിച്ചു പോകല്ലേ. ഒരു സ്വപ്നം പോലെ, ഒരു മായ പോലെ, ഒരു മഞ്ഞ് വന്ന് മാറിപ്പോകുന്ന പോലല്ല ഇപ്പം എല്ലാം മാറിപ്പോകുന്നത്. ഒന്നുമില്ല. നമുക്ക് സന്തോഷിക്കാനോ, നമുക്ക് ആനന്ദിക്കാനോ, ഇത് എൻ്റേതെന്ന് പറയാനോ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ എന്തോരം പേരാണ് ഈ ലോകത്തിൽ കണ്ണുനീര് കുടിക്കുന്നത് കേരളത്തിൽ. അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിക്കുക. നമുക്ക് നെകളിക്കാൻ ഒന്നുമില്ല. അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കരുത്, നെഹളം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ ഏറ്റെടുക്കണം, ദൈവം നിങ്ങളെ സ്വീകരിക്കണം, ദൈവം നിങ്ങളെ അംഗീകരിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള മുദ്ര നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവകൃപയിൽ നമ്മൾ നിൽക്കണം, ദൈവ സ്നേഹത്തിൽ വളരണം, ദൈവത്തോട് അടുത്തിരിക്കണം. ദൈവമേ, നിന്റെ ഇഷ്ടം എന്തുവാ അതെനിക്ക് അറിയിക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും എനിക്ക് വേണ്ട എന്ന് പാടുന്നുണ്ട്. ആ പാട്ടല്ല, അത് നമ്മുടെ അതിരത്തിൽ നിന്ന് വരുന്ന പാട്ടാണ്, ഹൃദയത്തിൽ നിന്ന് വരണം. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പച്ച, നിന്റെ ഇഷ്ടം എന്നിൽ പ്രവർത്തിക്കണമേ. നിന്റെ ഹിതം പോലെ എന്നെ നടത്തിക്കൊണ്ട് പോകണമേ. നിന്റെ ആലോചന പ്രകാരം എന്നെ നടത്തണേ. നിന്റെ ഇഷ്ടമല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവമേ നീ സമ്മതിക്കരുത് പച്ച. എൻ്റെ നാവ്, എൻ്റെ ചിന്തകൾ എല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ തെറ്റുകൾ ഒന്ന് ക്ഷമിക്കണേ, എൻ്റെ കുറ്റങ്ങൾ ഒന്ന് ക്ഷമിക്കണേ, എൻ്റെ പാപങ്ങൾ ഒന്ന് ക്ഷമിക്കണമേ, എൻ്റെ അക്രമങ്ങൾ, അനീതികൾ ഒന്ന് ക്ഷമിക്കണമേ. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ പച്ച. ദൈവമേ,
ദൈവമേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ദൈവമേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ദൈവമേ നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് എന്നെ കഴുകണമേ എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ഒരു നാൾ ദൈവം തമ്പുരാൻ കൈവിടത്തില്ല. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന മാറായുടെ അനുഭവങ്ങൾ എല്ലാം ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങനെല്ലാം കിടന്ന് മരണവേദന അനുഭവിക്കുന്നു, എങ്ങനെല്ലാം കിടന്ന് നിങ്ങൾ കർത്താവിന് സ്തോത്രം കഷ്ടങ്ങൾ അനുഭവിക്കുന്നു, പാടുകൾ അനുഭവിക്കുന്നു, അത് കാണാത്തൊരു കുരുടനല്ല നമ്മുടെ ദൈവം. എല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ നെടുവീർപ്പിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് തന്നെ കരം നീട്ടാൻ പറ്റുന്നില്ല? നമ്മൾ ആ ദൈവം ആരെന്നുള്ള ബോധ്യത നമുക്കില്ല. നമ്മളിൽ ഏതെങ്കിലും ഒരു കുറയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കുറ്റമുണ്ടെങ്കിൽ, ദൈവമേ എന്നെ ഒന്ന് ക്ഷമിക്കണേ, എന്നെ ഒന്ന് ക്ഷമിക്കണേ, നിന്റെ തിരുരക്തത്താൽ ഒന്ന് കഴുകണേ കർത്താവേ, എനിക്കത് ഓർമ്മപ്പെടുത്തണമേ. ഞാൻ മറന്നുപോയിരുന്നാൽ എനിക്കത് ഓർമ്മപ്പെടുത്തണമേ. നീ ഒന്നൊന്നായിട്ട് എനിക്ക് ഓർമ്മപ്പെടുത്തണമേ. ഞാൻ അതിന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പൊന്മുഖത്തെ കാണുവാൻ, നിന്റെ ഹിതം ചെയ്യുവാൻ, നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ, വരവിന് വേണ്ടി പ്രത്യാശയോട് ഒരുങ്ങുവാൻ ഞാൻ താല്പര്യപ്പെടുന്ന പച്ച. ഈ ലോകത്തിൽ എനിക്കൊന്നുമില്ല. ഈ ലോകം എനിക്ക് കൈ കൊടുക്കുന്നില്ല. ഈ ലോകം എന്നെ കാണുന്നില്ല. ഈ ലോകം എന്നെ വെറുത്തിരിക്കുകയാണ്. ഈ ലോകത്തിന് എന്നെ വേണ്ട. ഈ ലോകത്തിന് എന്നെ വേണ്ട. എല്ലാവരും എന്നെ വെറുത്ത് തള്ളിയിരിക്കുകയാണ്. എങ്കിലും നീ എന്നെ സ്നേഹിക്കണേ. നീ എന്നെ വേണ്ടാന്ന് പറയരുതേ. നിന്റെ മാർവോട് എന്നെ ചേർത്ത് കൊള്ളണമേ. നിന്റെ പാദത്തിൽ എനിക്കൊരു ഇടം വേണം കർത്താവേ. നിന്റെ കരത്തിൽ എന്നെ ഏന്തിക്കൊള്ളണമേ. എന്നെ കർത്താവെ പിടിച്ച് നടത്തണേ. എന്നെ വിടരുതേ പച്ച, കൈവിടരുതേ പച്ച എന്ന് അങ്ങോട്ട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഒരു കാലത്തും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഒരു കാലത്ത് നിങ്ങളെ മറക്കത്തില്ല. നിങ്ങളുടെ ഭവനം നശിക്കുവാൻ, കുഞ്ഞുങ്ങൾ നശിക്കുവാൻ, നിങ്ങളുടെ ശുശ്രൂഷകൾ നശിക്കുവാൻ, ജോലികൾ നശിക്കുവാൻ, നിങ്ങളുടെ പ്രോപ്പർട്ടികൾ, നിങ്ങളുടെ സ്വത്തുകൾ നശിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ ശരീരത്തിൽ കാണുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ, അത് മരണത്തിനുള്ള രോഗമായിരിക്കും, നശിപ്പിക്കാനായിരിക്കും വന്നത്, തകർക്കാനായിരിക്കും വന്നത്. തകർക്കുകയില്ല, നശിപ്പിക്കുകയില്ല, കൊന്നു കളയുകയില്ല. കർത്താവ് നിങ്ങളെ വിടുവിക്കും. അവൻ സർവശക്തനാണ്, അവൻ മതിയായവനാണ്. അവന്റെ പാദപീഠത്തിൽ പോയി സറണ്ടർ ആകണം. ദൈവമേ, ഞാൻ നിന്റെ കുഞ്ഞാണ്, നിന്റെ മോനാണ്, നിന്റെ മോളാണ്. എന്നെ ഒന്ന് ഏറ്റെടുക്കണേ, എന്നെ ഒന്ന് അംഗീകരിക്കണേ, എന്റെ കുറ്റങ്ങൾ ഒന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞങ്ങോട്ട് ഒരു തുള്ളി കണ്ണുനീര് അപ്പച്ചന്റെ പാദതീരത്തിലോട്ട് വീഴുമ്പോൾ, അപ്പച്ചൻ മനസ്സലിയും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിന്ന് ദൈവം ഈ ലോകത്തിലുണ്ടെങ്കിൽ എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ. അത് തുടയ്ക്കുന്നതിന് മറുപടി കൊടുക്കുവാനും കഴിവുള്ളൊരു ദൈവം എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ. ആ കണ്ണുനീരിന്റെ രഹസ്യം മനസ്സിലാക്കിയൊരു ദൈവം എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ. എല്ലാവരും കണ്ണുനീര് കാണുന്നു, അവർക്ക് രഹസ്യം അറിയത്തില്ല. കൂടെ കിടക്കുന്ന ഭർത്താവ് കണ്ണുനീര് കാണുന്നു, രഹസ്യം അറിയത്തില്ല. എല്ലാവരും നമ്മുടെ കണ്ണുനീര് കാണുന്നുണ്ട്, കരയുന്നതും കണ്ണ് തുടയ്ക്കുന്നതും എല്ലാം കാണുന്നു. പക്ഷേ എന്തിനെന്ന് ആർക്കും അറിയത്തില്ല. ആ കണ്ണുനീരിന്റെ കരച്ചിലിന്റെ രഹസ്യം മനസ്സിലാക്കിയ ഒരേ ഒരു ദൈവം നമ്മുടെ ദൈവം മാത്രമാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുക, ആ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുക, ആ ദൈവത്തെ പിടിക്കുക, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവഹിതമല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും വേണ്ട പച്ച, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും വേണ്ട, നീ മാത്രം എനിക്ക് മതി. ഞാൻ നിന്നോട് ഇരിക്കണം, നിന്നോട് നടക്കണം, നിന്റെ ഹിതം ചെയ്യണം, നിന്റെ ഇഷ്ടപ്രകാരം എന്നെ കൊണ്ടു ചെല്ലണമേ എന്നുള്ളൊരു യാചനയും കണ്ണുനീരും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയം കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി നടത്തും. ഒരു ദോഷവും തട്ടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ ആലോചനയും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും കർത്താവ് വിടുതൽ തരും. ദൈവത്തോട് അടുക്കുക, ദൈവത്തോട് കരയുക, സത്യമായിട്ടും ദൈവസന്നിധി പോയി താണു വീഴുക. ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, കൈവിടുകയില്ല, മറക്കുകയില്ല, ഒരു നാൾ കൈവിടുകയില്ല. കർത്താവേ, നീ പ്രാർത്ഥനയായി സ്തോത്രം. ഇന്നുണ്ടാകുന്ന സകല മഹത്വത്തിന്റെ തിരുമേനിക്ക് നിന്റെ പാദത്തിൽ എന്നെ സമർപ്പിക്കുന്ന പച്ച ഓരോരുത്തരുടെയും കരത്തിൽ കൊടുക്കുന്നു. അത്ഭുതങ്ങളെ പ്രവർത്തിച്ചാൽ നല്ല റിസൾട്ട് വരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയം കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. നിങ്ങളെ ഏറ്റെടുക്കും. വരികയ്ക്ക് ദൈവം നമ്മളെ ഒരുക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ്.